നമസ്കാരം. തിരുവല്ലയിലെ ഒരു പരമ്പരാഗത മാർത്തോമ കുടുംബത്തിൽ 74 വർഷം മുൻപാണ് കെ.പി. യോഹന്നാൻ ജനിക്കുന്നത്. അക്കാലത്ത് പരമ്പരാഗത ക്രൈസ്തവ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ മക്കളിൽ ഒരാളെ സുവിശേഷ വേലയ്ക്ക് വിടാൻ ആഗ്രഹിക്കാറുണ്ട്. പൗരോഹിത്യ സഭകളിലാണെങ്കിൽ വൈദിക വൃത്തിക്ക് വിടുകയാണ് ചെയ്യുന്നത്. മാർത്തോമ സഭയിൽ പാസ്റ്റർമാരുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. 16-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വടക്കേന്ത്യയിലേക്ക് പോകുന്നു. അവിടെ നിന്നും കൂടുതൽ ബൈബിൾ പഠനങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് വണ്ടി കയറുന്നു. അവിടെ ബൈബിളിൽ സ്കോളർഷിപ്പ് നേടിയ ശേഷം അമേരിക്കയിലെ ഒരു പ്രാദേശിക സഭയിൽ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്നു. ആ സഭാ പ്രവർത്തനത്തിനിടയിൽ പരിചയപ്പെട്ട ജർമ്മൻകാരിയെ ജീവിത സഖിയാക്കുന്നു. എന്നാൽ അവിടെ നിന്ന് കെ.പി. യോഹന്നാൻ എന്ന പാസ്റ്റർ വളർന്ന് പന്തലിച്ച് ഒരു പ്രസ്ഥാനമായി മാറി. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിൽ ഒരു സഭാ സമൂഹം സ്ഥാപിക്കുകയും ആ സഭാ സമൂഹത്തിന് അമേരിക്കയിലും കാനഡയിലുമൊക്കെ നിന്ന് ശതകോടികൾ ഫണ്ടായി ശേഖരിക്കുകയും ചെയ്തു. ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ആസ്ഥാനം തിരുവല്ലയിലെ മഞ്ഞാടിയിലേക്ക് മാറ്റുന്നത് 1980കളുടെ പാതിയിലാണ്. അക്കാലത്ത് ആത്മീയ യാത്ര എന്ന ഒരു റേഡിയോ ഷോയിലൂടെയാണ് കെ.പി. യോഹന്നാൻ ലോകം മുഴുവൻ അറിയപ്പെട്ടത്. അന്ന് ആകാശവാണി പോലും ലഭ്യമല്ലാത്ത കാലമാണ്. പക്ഷെ വളരെ കഷ്ടപ്പെട്ട് സിലോൺ റേഡിയോ പിടിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്ക് ആത്മീയ യാത്ര കേൾക്കുമായിരുന്നു. സ്വതസിദ്ധമായ രീതിയിൽ ആത്മീയ പ്രഭാഷണം നടത്തുന്ന ഒന്നായിരുന്നു ആത്മീയ യാത്ര. ആ ആത്മീയ യാത്ര പ്രസ്ഥാനം പടർന്നു പന്തലിച്ച് ഗോസ്പൽ ഫോർ ഏഷ്യയും പിന്നീട് കെ.പി. യോഹന്നാൻ ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു വ്യവസ്ഥാപിത സഭ സ്ഥാപിക്കുകയും ആ സഭയുടെ തലവനായി മാറുകയും ചെയ്തു. 12 രൂപതകളും 30ഓളം ബിഷപ്പുമാരും 100 കണക്കിന് വൈദികരും കന്യാസ്ത്രീകളുമൊക്കെയുള്ള ഒരു വലിയ പ്രസ്ഥാനമായി ബിലീവേഴ്സ് ചർച്ച് മാറി. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു മുടിച്ച പശ്ചിമ ബംഗാളിൽ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുകയും അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രവർത്തന പരിധിയിൽപ്പെട്ടു. സിസ്റ്റേഴ്സ് ഓഫ് കമ്പാഷൻ എന്ന പേരിൽ ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിച്ച ഒരു സന്യാസിനി സമൂഹമുണ്ട്. അവരാണ് വടക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ ഇത്തരം പാവങ്ങൾക്കിടയിൽ പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ ബിഷപ്പ് കെ.പി. യോഹന്നാൻ അറിയപ്പെട്ടത് മുഴുവൻ നെഗറ്റീവ് വാർത്തകളിലൂടെയാണ്. ബിഷപ്പ് യോഹന്നാനെക്കുറിച്ച് ഏറ്റവും അധികം നെഗറ്റീവ് വാർത്തകൾ കൊടുത്തിട്ടുള്ളൊരു മാധ്യമ സ്ഥാപനം മറുനാടനാണ്. അതിൽ ഖേദിക്കാനോ മാപ്പ് പറയാനോ ഒന്നുമല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കൊടുത്തിട്ടുള്ള വാർത്തകളൊക്കെ വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു. പ്രധാനമായും ബിഷപ്പ് യോഹന്നാൻ്റെയും അദ്ദേഹത്തിൻ്റെ സഭയുടെയും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ, അമേരിക്കയിലും കാനഡയിലും ഇത് സംബന്ധിച്ചുണ്ടായ കേസുകൾ, ഇന്ത്യ ഗവൺമെൻറ് പരിശോധന നടത്തുകയും പണം സ്വീകരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങൾ, അമേരിക്കയിലെ കോടിക്കണക്കിന് രൂപ കൊടുത്തുള്ള ഒത്തുതീർപ്പ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, തിരുവല്ലയിലെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് അടക്കം നടത്തിയ റെയ്ഡുകൾ തുടങ്ങിയ അനേകം വാർത്തകളാണ് ഞങ്ങൾ കൊടുത്തത്. ആ വാർത്തകളൊക്കെ വാർത്തകൾ തന്നെയായിരുന്നു. മറ്റു മാധ്യമങ്ങളിൽ പലരും അത് കൊടുക്കാൻ മടിച്ചെങ്കിലും ഞങ്ങൾ കൊടുത്തു, ഞങ്ങളുടെ രീതി കൊണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് ഏതാണ്ട് 2000-ലധികം ഏക്കർ ഭൂമി ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നും നിയമവിരുദ്ധമായി അവർ കൈപ്പറ്റി എന്നതാണ് ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആരോപണം. വാസ്തവത്തിൽ അത് നിയമവിരുദ്ധമായ ഇടപാടാണെങ്കിൽ അതിൽ ഒന്നാം പ്രതിയാവേണ്ടത് സർക്കാരും അവർക്കത് എഴുതി കൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന് പാട്ടത്തിന് കൊടുത്ത ഭൂമി അവർ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നിയമസാധുത ഉണ്ടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥർ, അതായത് സർക്കാർ തന്നെ ശിക്ഷിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ എസ്റ്റേറ്റ് വിമാനത്താവള ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു എന്ന വാർത്തയും അത് പിണറായി വിജയനുമായുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ് എന്ന ആരോപണവും, എന്നാൽ ഈ ഏറ്റെടുക്കലിനെതിരെ ബിലീവേഴ്സ് ചർച്ച് ഹൈക്കോടതിയെ സമീപിച്ച് വാങ്ങിയ സ്റ്റേയുമൊക്കെ ഇങ്ങനെ വാർത്തകളിൽ വന്നതാണ്. അത്തരം വാർത്തകൾ ഞങ്ങൾ കൊടുക്കുമ്പോഴും ഞങ്ങളോടൊരു വെറുപ്പും വിരോധവും ബിഷപ്പ് കെ.പി. യോഹന്നാൻ ഒരിക്കലും പുലർത്തിയിരുന്നില്ല എന്നത് അദ്ദേഹത്തിൻ്റെ മഹിമയായി ചൂണ്ടിക്കാട്ടേണ്ടി വരും. ബിലീവേഴ്സ് ചർച്ച് പലർക്കെതിരെയും പലയിടങ്ങളിലും കേസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെയും ഒരു കേസ് കൊടുത്തിരുന്നു. എന്നാൽ പിന്നീട് അവർ തന്നെ ആ കേസ് പിൻവലിക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഞങ്ങൾക്കെതിരെ നുണപ്രചരണം നടത്തുകയോ ഞങ്ങൾ പണം ചോദിച്ച് കിട്ടാത്തതുകൊണ്ട് വാർത്ത എഴുതി എന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കുകയോ ചെയ്യാൻ ബിലീവേഴ്സ് ചർച്ചോ ബിഷപ്പ് യോഹന്നാനോ ശ്രമിച്ചിട്ടില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കാണുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹവുമായി പരിചയമുണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് മംഗളത്തിലെ പത്തനംതിട്ട ലേഖകൻ വിശാഖനോട് അദ്ദേഹം ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്,
ഒരിക്കൽ എന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും. നമ്മൾ പലപ്പോഴും ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ തിരിച്ചറിയുന്നത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാവുമ്പോഴാണ്. നമ്മൾ മിത്രങ്ങളെന്ന് കരുതിയ പലരും അതാ വീണുപോയി എന്ന് കരുതി ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ശത്രുക്കളെന്ന് കരുതുന്ന ചിലരെങ്കിലും നമ്മളെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ അങ്ങനെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളിൽ ഒരാളാണ്. എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പരസ്യമായി പിന്തുണയൊന്നും നൽകിയില്ലെങ്കിലും ബിഷപ്പ് KP യോഹന്നാൻ കൃത്യമായി എൻ്റെ പരിചയക്കാരെ പലരെയും വിളിച്ചന്വേഷിക്കുകയും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. മറുനാടൻ്റെ വാർത്തകൾ സ്ഥിരമായി കേൾക്കുകയും അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ സത്യമൊക്കെ വിളിച്ചു പറയാൻ ധീരതയോടെ നിലനിൽക്കാൻ ചിലരുണ്ടാവണം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ എത്ര കാലം മറുനാടന് മുമ്പോട്ട് പോകാൻ കഴിയും? ശത്രുക്കൾ അപായപ്പെടുത്തില്ലേ എന്ന് അദ്ദേഹം പലരോടും ആശങ്ക പങ്കുവച്ചിരുന്നു. അനേകം വിമർശനങ്ങൾ നടത്തിയിട്ടും ഒരാപത്ത് വന്നപ്പോൾ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, സംരക്ഷിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്തു എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എന്നിട്ടും അദ്ദേഹത്തെ വിമർശിക്കാനോ ആ സഭയെ വിമർശിക്കാനോ എനിക്ക് മടിയുണ്ടായില്ല. പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP സ്ഥാനാർത്ഥി അനിൽ K. ആൻ്റണിക്ക് ബിലീവേഴ്സ് ചർച്ച് പരസ്യ പിന്തുണ കൊടുത്തത് അവർക്കെതിരെയുള്ള ED അന്വേഷണവും ഇൻകം ടാക്സ് അന്വേഷണവും ഒക്കെ അവസാനിപ്പിക്കുന്നതിനുള്ള കുറുക്കുവഴിയാണ് എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിലൊന്നും അദ്ദേഹം പ്രകോപിതനായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതേസമയം മറ്റു ചിലർ അങ്ങനെ ആയിരുന്നില്ല. ഉദാഹരണത്തിന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ EM നജീബ് ഞങ്ങൾക്കെതിരെ പല കേസുകളും കൊടുത്തെങ്കിലും ആ കേസുകളെല്ലാം പരാജയപ്പെട്ടു പോയിരുന്നു. ഒടുവിൽ ചില കേസുകൾ പിൻവലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്ക് ആപത്ത് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി പല ഗൂഢാലോചനകളും പരസ്യമായി തന്നെ നജീബ് നടത്തി. ഞങ്ങളെ പിന്തുണയ്ക്കുന്ന പലരെയും പോയി കണ്ട് പിന്തുണ പിൻവലിക്കണം, അവനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും എന്നിവരെ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ ആപത്ത് വന്നപ്പോൾ ചവിട്ടിത്താഴ്ത്താനും ശത്രുക്കൾക്കൊപ്പം ചേർന്ന് നിന്ന് ഇല്ലാതാക്കാനും ശ്രമിച്ചവർ ഏറെയുള്ളപ്പോഴാണ് അനേകം വിമർശന വാർത്തകൾ കൊടുത്തിട്ടും ഒരിക്കൽ പോലും മറുനാടനെ ഉപദ്രവിക്കാൻ ബിഷപ്പ് യോഹന്നാൻ ശ്രമിക്കാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ സഭയിലെ പലരോടും എനിക്ക് കടുത്ത അഭിപ്രായ ഭിന്നതകളുണ്ട്. വേണ്ടത്ര സുവിശേഷം അറിഞ്ഞിട്ടാണോ അവർക്ക് സുവിശേഷ പ്രസംഗം നടത്തുന്നത് എന്ന സംശയം എനിക്കുണ്ട്. എന്ന് മാത്രമല്ല, സഭാ സമൂഹത്തിൻ്റെ വെളിച്ചത്തിൽ അവർ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതും എനിക്കറിയാം. എന്നാൽ അങ്ങനെയായിരുന്നില്ല ബിഷപ്പ് യോഹന്നാൻ എന്നതാണ് വാസ്തവം. എക്കാലത്തും വിവാദങ്ങളിൽ മാത്രം നിറഞ്ഞു നിന്ന ബിഷപ്പ് യോഹന്നാൻ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ ലോക ജീവിതം നശ്വരമാണ്, ഏതു നിമിഷവും നിന്റെ ശരീരത്തെ ദൈവം വിളിക്കും എന്ന് കൂടെ പഠിപ്പിച്ചിരുന്ന ബിഷപ്പ് യോഹന്നാന് പൂർണ്ണാരോഗ്യവാനായിരിക്കവേ 74-ാം വയസ്സിൽ ദൈവം വിളിച്ചു. അദ്ദേഹം ആരോഗ്യകാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവാണ്. എന്നാൽ നാടൻ ഭക്ഷണം ശീലിച്ച മനുഷ്യനും. പക്ഷെ വഴിയിൽ നടക്കാനിറങ്ങിയപ്പോൾ ആപത്തിൽപ്പെടുകയായിരുന്നു. മരണം അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അനേകം മനുഷ്യരുടെ കണ്ണീരൊപ്പുകയും അനേകം പാവങ്ങൾക്ക് സന്തോഷം പകരുകയും ചെയ്ത ബിഷപ്പ് യോഹന്നാന് സ്വർഗീയ ഭവനത്തിൽ ദൈവം വിരുന്നൊരുക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന.